ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം രാവിലെ 9 മണി. ഞാൻ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നൈറ്റ് കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ കേട്ടോ. നല്ല ഉറക്കക്ഷീണുണ്ട്. നേരെ കിച്ചണിൽ പോവാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ലഞ്ച് ഉണ്ടാക്കുക, കുറേ പരിപാടികളുണ്ട്. ഐഷുമതാ നല്ല ഉറക്കാണ്. സോ കിച്ചണിൽ പോവാം, വാ ഗൈസ്. ഫ്രിഡ്ജിൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ 2 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ക്യാരറ്റ് ഹൽവ. ഓ അടിപൊളി കേട്ടോ. ഇത് ക്യാരറ്റ് ജാമുൻ. എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, എടുക്കണം വിചാരിച്ചു, പക്ഷെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ചോറ് വെക്കണം. ചോറ് വെക്കാനായിട്ട് ഇത് മതി. സ്റ്റാൻഡ് തട്ടിയിട്ടില്ല. ഗൈസ്, മുറ്റം കിടക്കണത് വികൃതമായിട്ടാണ്. കാര്യമാക്കണ്ട. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല, അതാണ് സത്യം. അപ്പോൾ ഓക്കെ. ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിഫറെൻ്റായ രീതിയിൽ ചെയ്യിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം റെഡിമെയ്ഡ് നമ്മൾ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതിൽ ഒന്നും എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ റെഫറൻസിന് വേണ്ടി ആമസോണിലും കാര്യങ്ങളിലൊക്കെ നോക്കിയ സമയത്ത് ആമസോണിൽ നല്ലൊരു അടിപൊളി സാധനം കണ്ടു. അപ്പം അതിലാണെങ്കിൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് മേടിച്ചില്ല. അപ്പോൾ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പം അതിനുള്ള ഗ്യാപ്പും കിട്ടിയില്ല. അങ്ങനെ നീണ്ടു പോയി ഇതുവരെ എത്തിയിട്ടോ. പിന്നെയാണ് ആ ഒരു സ്റ്റീലിൻ്റെ പാത്രം കിട്ടിയത്. ഇപ്പോൾ അതന്നെ യൂസ് ആക്കല്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഗൈസ്. നമുക്ക് അങ്ങനെ അരിപ്പൊടി ഒന്ന് തയ്ക്കാം കേട്ടോ. ചായ ചായ. ഇനി നമുക്ക് നമ്മുടെ കുട്ടിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ വറുക്കാൻ മറന്നുപോയി അരിപ്പൊടി. വെള്ളം ഒഴിച്ചിട്ട ഓർമ്മ. നമുക്ക് നോക്കി നോക്കാം വറുക്കാതെ അരിപ്പൊടി കൊണ്ട് പുട്ടിട്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നോക്കാം. ഇങ്ങനെ പുട്ടാവോ നോക്കാനേ. ഗൈസ്, എൻ്റെ ഇടയ്ക്ക് ഒരാൾ നീറ്റ് വന്നിട്ടുണ്ട്. ഹായ് പറഞ്ഞ. ഹായ്. എന്ത് ഭ്രാന്തത്തേക്കണല്ലോ. മുടി നേരാക്കിക്കാം. ഗുഡ് മോർണിംഗ്. രശ്മാക്ക് എന്താ പോവാണ്ടെന്ന്? പുട്ട് തിന്നോ? ഉറപ്പാ? ഓക്കെ. കൈയോട്ട് കാട്ട്. പാട്ടിയോ?
എവിടെ എവിടെ അതിലെന്താ പോയോക്കാം. നടക്ക് നടക്ക്. എന്താ പറഞ്ഞു കൊടുത്ത അശ്മ? എന്തിനാ കരഞ്ഞ പറഞ്ഞു കൊടുത്ത? പറഞ്ഞു കൊടുക്ക് ബാക്ക്. മുട്ട വാങ്ങാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മുട്ട കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിത്തെ. ഗൈസ്, അരിപ്പൊടി വറുത്തിലാച്ചിട്ട് പുട്ടിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. പുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിക്കണ്. അടച്ച ഫ്രിഡ്ജ് എന്തിനാ തുറന്നു വെച്ചേക്കണേ? ഇപ്പം എപ്പോൾ ടൗണിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് മേടിച്ച് വരില്ല. ഇനിയിപ്പോൾ ഞാൻ സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാധനം എന്താണേലും അതിലുണ്ടാവും. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടം. അപ്പം ഇവിടെ വീട്ടിൽ മാങ്ങ കിട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ വണ്ടിയിൽ കാണുമ്പോൾ അങ്ങനെ മേടിക്കണത് കേട്ടോ. 2.5 കിലോ 100 കിലോ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ്. ചിലപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു വെള്ളം ഇതായ ചുവയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. രാവിലത്തേക്ക് നമ്മൾ പുട്ടും ചായക്ക് റെഡിയാക്കി കേട്ടോ. ഇത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ളതാണ്. ഉച്ചയ്ക്ക് നമുക്ക് ചിക്കൻ വരട്ടിയതും ഉണ്ട്, അതുപോലെ പരിപ്പ് കറിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറി. അതുപോലെ തന്നെ അത്ര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് കുറച്ച് നേരം കുതിർത്ത് വെക്കുക. അത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, തക്കാളി, വെല്ലുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ പരിപ്പ് നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഐശുവിൻ്റെ ഇങ്കുൻ്റെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കേക്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കളത്തിയേ എന്ത് തിന്നണേ? ഹോർലിക്സോ? ആര് തന്ന്? ഞമ്മിയോ? ഓക്കെ ബൈ ഗൈസ്. ഞാൻ ഇവിടെ നല്ല പണിയിലാട്ടോ. അതിൻ്റെ ഇടയിൽ ഒരാൾ ഇവിടെ കൂടുന്ന ചെയർ വെച്ച് തിണ്ടത്ത് കയറി അത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെടുത്തിക്കണ്? അതെന്തിനാ? ഒരു ഹോർലിക്സ് തിന്നില്ല, ഇനി ബൂസ്റ്റും വേണോ? ഓക്കെ ഗൈസ്, നമ്മുടെ പരിപ്പ് കറി ഇതിൽ സെറ്റാട്ടോ. അപ്പം നമുക്കിനി അതൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി പരിപാടികൾ നോക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആയിഷ, എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഗൈസ്. പൊട്ടിത്തെറിക്കും. ഇനി കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കും. വറ്റൽമുളക് പൊട്ടി ആകുമ്പോഴത്തേക്കും കുറച്ച് ചെറിയുള്ളി സ്ലൈസ് ചെയ്തതാട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ ഒരു താളിപ്പും കൂടെ റെഡിയാക്കിയിട്ട് ചിക്കൻ പറ്റിയത് കൂടെ ഉണ്ടാക്കാണ്ട് ചിക്കനും ഇല്ലാതെ സെറ്റാണ്. വെൽക്കം. അപ്പോൾ പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞ് ചിക്കൻ വരട്ടിയത് കൂടെ ഉണ്ടാക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ഇന്ന് ക്ലീനിങ് ഡ്യൂട്ടി ഒന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ക്ലീൻ ചെയ്യാറുള്ളൂ. ഇവിടെ കച്ചറയാക്കാനൊന്നും ഐഷുമ്മനെ അങ്ങനെ വലിച്ചു വാരിയിട്ട് ഇതാക്കുന്ന ക്യാരക്ടർ അല്ല. അവളെന്താ എടുത്തേ അത് എടുത്തു കൊടുത്ത് കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ചിക്കൻ വരട്ടിയതും കൂടെ ആയിട്ട് ഐഷുവിനെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോകാനുണ്ട്, ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇങ്കു വരും. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കണം. ഐഷുമാൻ്റെ ഒരു ട്രിപ്പ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് ഇത് കുഴിക്കാം.
നല്ല ടേസ്റ്റാണ് ഈ പരിപ്പ് കറി. അതുപോലെ ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ഈസിയാണ്. സാധാരണ ഞാൻ ഈ ഒരു പരിപ്പറി ഉണ്ടാക്കാൻ നെയ്ച്ചോറും ബീഫും വെക്കുമ്പോഴാണ്. കാരണം അതിക്ക് നല്ല കോംബോ ആണ് കേട്ടോ ഈ ഒരു പരിപ്പറി എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇന്ന് ചോറും ചിക്കൻ വരട്ടിയതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട് എന്താണെന്നല്ലേ, മല്ലിച്ചപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവറും. ഞാൻ കഴിഞ്ഞൊരു ബീഫ് വരട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ മല്ലിച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ്, മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ. പിന്നെ ഈ ഒരു പരിപ്പ് കറിയിലും മല്ലിച്ചപ്പ് വന്നാൽ ഭയങ്കര ഫ്ലേവറാണ് ആ ഒരു മല്ലിച്ചപ്പിൻ്റെ. സോ ഇതിനി നമുക്ക് ഇളക്കണ്ട, ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ. എന്താണ് അത് പൊട്ടിക്കണ്ട? എന്തിനാ പൊട്ടിക്കണേ? തിന്നാനോ? എൻ്റെ വായിലെന്താ? ബൂസ്റ്റല്ല. ആ വിളിച്ച പല്ലിയിലെന്താ? പല്ലിയിലെന്താ ഉള്ളത്? പറയ്. നമ്മളെന്തിനാ ഡോക്ടറെ അടുത്തേക്ക് എന്തിനാ പോണ്? പറയേ, ഇത് ചോദിച്ചതിന് പറയേ. പല്ല് ഡോക്ടറെ അടുത്തേക്ക് എന്തിനാ നമ്മള് പോണ്? പല്ല് കാണിക്കണം. ഇഷ്മാന്റെ പല്ലിലെന്താ? എന്താണ് പല്ലില്? എന്താണ് പറയ്? പോട്. എങ്ങനെ പല്ലില് പോടായി? മുട്ടായി ഐസ്ക്രീമും തിന്നിട്ടാണ്, ഒക്കെ അറിയാ. അപ്പൊ ഇനി പല്ലില് പോട് വരൂല്ലേ ഇത് തിന്നാല്? ഇനി ഇത് തിന്നാ പല്ലില് പോട് വരൂലേ? പല്ലിത് അങ്ങനെ അങ്ങനെ പുഴു വരും. തൊലിക്കണ്ട. മമ്മനെ സോപ്പിടല്ലേ? അയ്യടി എന്ത്? എങ്ങനെ പൊട്ടിത്തെറിക്ക? പൈഷമാന്റെ പല്ല് പൊട്ടിത്തെറിക്കൂലേ മുട്ടായി ഐസ്ക്രീമും തിന്നാല്? പിന്നെ ഇപ്പൊ എന്താ തിന്നണേ? ഇതെന്താ തിന്നണേ? ഹോളീഷോ? ഹോളീഷ് തിന്നാലും പൊട്ടിത്തെറിക്കൂ. ഇങ്ങനെ അങ്ങനെ അങ്ങനെ പുഴു വരും. വീട്ടിന് പണിയുന്നു കോയാക്കേ? കോയാക്കാന്നോ? നഞ്ഞോ? ആദ്യക്കെന്ന് പറ. ആദ്യം മുതൽ പറ. 1 2 പറ. 1 2 3 4 8 9 10. 4 കഴിഞ്ഞിട്ട് 8. 4 കഴിഞ്ഞിട്ട് 5. ഗൈസ്, ഇനി നമുക്ക് ചിക്കൻ വരട്ടി ഉണ്ടാക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റോർ റൂമിൽ പോയിട്ട് എന്താ പണി? എന്ത് തപ്പാനാ പോണ്? അതിലൊന്നുമില്ല, ബേക്കറി ഒന്നുമില്ല. പോരെ. എണ്ണ ചൂടായി, നമുക്കതിക്ക് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താ ഫ്രിഡ്ജിലെന്താ? എന്തോ നോക്കേ? എന്താ വേണ്ടെടുക്ക്? മാവാണോ? അടച്ചോ. എന്ത്? എന്താ മനസ്സിലായി എനക്ക്? ഷോക്കടിക്കും. പോന്ന ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞെക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കും. എന്നോടാ പറയണേന്?
അതിൻ്റെ പച്ചമണം മാറി ഒന്ന് സെറ്റാവുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഓക്കെ. ഐഷ ഹെലൻ എന്താ തിന്നുന്നത്? മാംഗോ. മാംഗോ. ഇഷ്മക്ക് മാംഗോ ഇഷ്ടാ? അതെ. അതെ. മാംഗോ മധുരം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഇനി വേണോ? വാ. കറണ്ട് പോയല്ലോ. ഇവിടെ കണ്ടുപോയില്ലോ. ഇവിടെ കണ്ടുപോയിക്ക. ഒക്കെ നടക്കല്ലോ. അമ്മ വേറെ പാത്രത്തിൽ തരാം. വാ. മതിയോ? മതി. ഓക്കെ. അവിടെ പോയിരുന്ന് തിന്നോട്ടോ. ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു നോക്ക്. മാങ്ങ എടുത്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അടച്ച് വേവിക്കാം. അപ്പം നമുക്കിതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സാധാരണ മസാലപ്പൊടികൾ ഇട്ടതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഞാൻ. ഇതിക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ മസാല ഇടാറുണ്ട്. അപ്പം നമുക്കിതിക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നെ മസാല ഇട്ട് കൊടുത്ത് വേവിക്കാം കേട്ടോ. നമ്മൾ ആദ്യം ആ ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ വേവാൻ എന്താണെങ്കിലും ഉപ്പ് വേണം. അപ്പം ചിക്കൻ വേവാനല്ല, ചിക്കനിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരും. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിന് ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പൊട്ടാറ്റോ ആണ്. അപ്പം അതും കുറച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വേവുമ്പോഴത്തേക്കും ഇതൊന്ന് വെന്തിട്ട് ഓക്കെ മതി. ഇത് ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ കറി ഉള്ളത്. ഇതിന്ന് ചിക്കനിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇറങ്ങാനുണ്ട്. വെള്ളം വറ്റി ഒന്ന് വരട്ടിയ പോലെയാണ് നമുക്ക് വേണ്ടത്. സോ നമുക്കിനിത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. എങ്ങനെ തിന്നാ? കൈ കൊണ്ട് തിന്നാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് തന്നാ കുത്തി തിന്നാ നോക്കട്ടെ. തിന്ന്. ഗുഡ് ഗേൾ. Thank you so much. You're welcome. പൈപ്പ് കുറച്ച് തുറക്ക്. Mama, take it. കൊടേ കൊടേ അതില് കൊടേ അതില് ഇനി തുറക്കട്ടെ. ഷാള് കുറച്ച്. ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ വെന്തിട്ടുണ്ട് ഗൈസ്. ഇത്രയും മതി ഗൈസ്. ഇനി നമുക്കിതിക്ക് മല്ലിച്ചപ്പ് ഇടാം കേട്ടോ. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, ഇത് അടച്ച് വെക്കാം. കൊയങ്ങി ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ഇനി ഡോക്ടറെ അടുത്ത് വിളിച്ചപ്പോൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ പോകാൻ ഇറങ്ങിക്കാന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ കുറച്ച് പേഷ്യൻസ് ഉണ്ട്. അപ്പം ഞങ്ങളോട് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ്മ അപ്പുറത്തെ റൂമിൽ നല്ല കളിയാണ് കേട്ടോ. പോയി നോക്കാം ഗൈസ്.
മഴ കാരണം തുണികൾ ഫുള്ള് ഉള്ളിലാട്ടോ. ഐശോ എടി പെണ്ണെ പേടിപ്പിക്കണേ പറ്റിച്ചിക്ക ഞാണ്ടല്ലോ. ഇന്നിനി ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ എന്താണേലും 2:30-3 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. ഉറങ്ങിയാൽ പിന്നെ ഞാൻ ആ സമയത്തേക്ക് എണീക്കൽ കണക്കാവും. അപ്പോൾ കുറച്ച് സമയം ഫോണിൽ കളിച്ചിട്ട് ഇഷുമാൻ്റെ ഒപ്പമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാം. എന്നിട്ട് പിന്നെ ഓക്ക് കഞ്ഞി കൊടുത്ത് മാറ്റി കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി പോവാം. കുറച്ച് നേരം നമുക്ക് ഇതിരുന്ന് കഴിക്കാം. വിസിലൂതാൻ പറ്റൂല കേട്ടോ, വിസിലൂതാൻ പറ്റൂല. എന്താണ്? ഹലോ ഗായ്സ്. വ്ളോഗൊക്കെ എടുത്ത് വെച്ചിന് മുഴുവനാക്കാൻ മറന്നു. അതിൽ വെള്ളം ഒഴിക്കണോ? പരിപ്പറി കുറുകിക്കണോ? എനിക്ക് കൊണ്ടുപോകാൻ ചോറാക്കി തരുന്നു സ്നേഹിത ഭർത്താവ്. അത് അല്ലെങ്കിൽ പോകാൻ കൂടൂല, നമ്മക്ക് നമ്മളെ വൈക്ക് പോകാൻ കൂടൂല, അതാണ്. അല്ല വേറെ ഒന്നുമല്ല. പോയാലോ? പോയാലോ? ബാ. ഇത് വേണ്ടേ? യശുമ അമ്മൻ്റെ കൂടെ സ്കൂട്ടിയിലാണോ ഉപ്പാൻ്റെ ഒപ്പം കാറിലാണോ? കൂട്ടിലാണ്. അപ്പൊ ഉപ്പ ഒറ്റക്കാവൂലേ? വീഴട്ടോ. നമ്മൾ കറിയൂല പറഞ്ഞിട്ടില്ലേ? കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് കൊണ്ടുപോയിരുന്നില്ല. അവിടെ എത്തി ഡോക്ടർ മാസ്കും ഗ്ലൗസും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഐഷു പേടിച്ച് പിന്നെ ആകെ കരച്ചിലായി. ഒന്നും നടന്നില്ല കേട്ടോ. ഇങ്കു ഐഷു അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ നേരെ ഡ്യൂട്ടിക്കും പോകുന്നു കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ സാധാരണ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകുന്ന സമയത്ത് ഡേ ടൈമിൽ ഇതൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കിട്ടുന്ന സമയം കുറച്ചെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് കയറും. അപ്പോൾ പറഞ്ഞ പോലെ ഇനിയും വ്ളോഗ്സ് ആയിട്ട് വരുന്നതാണ്. സോ ഇന്നത്തേക്ക് ബൈ.